നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം വല്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെ പോകുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഹോസ്പിറ്റലിലെ ഒരു ചെറിയ പ്രശ്നം പോലും വലിയ വാർത്തയാകുന്നു. വളരെ ഗൗരവമുള്ള ഓപ്പറേഷണൽ എററുകൾ ഉണ്ടാകുന്നു. ആവശ്യത്തിന് സപ്ലൈ ഇല്ല, ആവശ്യത്തിന് സർക്കുലേറ്റിംഗ് ഫ്ലോർ നേഴ്സ് ഇല്ല, സർക്കുലേറ്റിംഗ് നേഴ്സ് ഇല്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ സിസ്റ്റം നന്നായി ഡെവലപ്പ് ചെയ്ത് പെർഫോമൻസ് ചെയ്ത് അത് ഒരു മുഖ്യധാര പേജുകളിലേക്ക് വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു അജണ്ടയും ഇവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ഈ പ്രശ്നങ്ങളോട് കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. കാരണം കേരളത്തിൽ വളരെ ഹ്യൂജ് ഫണ്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളോട് ഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പോകുന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനികളെല്ലാം, അമേരിക്കൻ കമ്പനികളെല്ലാം 1000 കോടിക്ക് മുകളിൽ ഫണ്ടിങ് ചെയ്ത് ആസ്റ്റർ, കിംസ് ഇതുപോലുള്ള വളരെ ഫേമസ് ആയ ഹോസ്പിറ്റലുകളെ ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരാണ് ഷെയർ ഹോൾഡിംഗ് അതോറിറ്റി. കാരണം മുഖ്യ ഷെയർ അവരുടെ കയ്യിലാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ഹ്യൂജ് ഫണ്ടിങ് ചെയ്യുന്ന കമ്പനികളുടെ അജണ്ടകളിലൊന്നാണ്. അപ്പം നല്ല ഹെൽത്ത് കെയർ അവർ കൊടുക്കും. ആർക്കും വിദേശ രാജ്യങ്ങളിൽ പോയി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഏജിങ് പോപ്പുലേഷൻ, ഒപ്പം അവർക്കുണ്ടാകാൻ പോകുന്ന മെഡിക്കൽ ഇഷ്യൂസ്, ആ മെഡിക്കൽ ഇഷ്യൂസിനെ നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്ന ഇൻഷുറൻസുകൾ, ഈ ഇൻഷുറൻസ് കമ്പനിയും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൈസേഷനും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ടാണ് ഇനി പോകാൻ പോകുന്നത്. കാരണം ഇൻഷുറൻസ് ഇല്ലാതെ ഈ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പം അങ്ങനെ ഒരു ഹ്യൂജ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പം അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് സെക്ടറിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് സെക്ടറിനെ ഇല്ലാതാക്കുമ്പം ആദ്യം അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രത്യേകത എന്താ? അവർക്ക് ഫണ്ടിങ് കുറയ്ക്കുക ചെയ്യുന്നത്. അത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അത് സംഭവിക്കുന്നത്. കാരണം ഗവൺമെൻറ് ഫണ്ടിങ് കുറയ്ക്കും. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഫണ്ടിങ് കുറയ്ക്കുമ്പം ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഗവൺമെൻറ് സ്റ്റാഫും ഗവൺമെൻറ് ഡോക്ടേഴ്സും ഗവൺമെൻറ്റിൻ്റെ നിന്ന് സാമ്പത്തികം വാങ്ങി പഠിക്കുകയും വളരുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് നിശബ്ദരായിട്ട് നിൽക്കേണ്ടി വരും. എന്നുള്ള കാര്യം ഗവൺമെൻറ് ഫണ്ടിങ് കുറച്ചാൽ തിരിച്ചു ചോദിക്കാൻ അവിടെ ആരും ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഗവൺമെൻറ്റിനുണ്ട്, ഈ ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യുന്ന നെറ്റ്വർക്കിനുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? അവരെല്ലാം നിശബ്ദരാകും. ഉള്ള അവസ്ഥ വെച്ച്, ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അവർ കാര്യങ്ങൾ മുൻപോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പം സ്വാഭാവികമായിട്ടും വീഴ്ചകളുണ്ടാവും. അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ശസ്ത്രക്രിയകളെയും കാര്യങ്ങളെയെല്ലാം മാറ്റിവിടാൻ നോക്കും, ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവർ ചെയ്തു കഴിഞ്ഞാൽ ഈ കൊച്ചിന് മരണം ഉണ്ടാവും. കാരണം അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് അവിടെ ഇല്ല, അവർക്ക് വേണ്ട സപ്പോർട്ട് അവിടെ ഇല്ല, അവർക്ക് വേണ്ട പല എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസും അവിടെ കാണത്തില്ല. എന്നാൽ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിപ്പിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈക്കൂലിയാന്ന് പറയും. അപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് അവരെല്ലാം തള്ളിവിടും. അവർക്ക് ആരോടും പരാതി പറയാനും പറ്റത്തില്ല. പരാതി പറഞ്ഞാൽ അത് കേൾക്കേണ്ട ആൾക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അസ്ഥിരത അവിടെയുണ്ട്. കാരണം അത് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ കാരണം ആരുടെയൊക്കെയോ, കാരണം ഗവൺമെൻറ്റിനെ നമുക്ക് പലപ്പോഴും അറിയാം.
അത് ഒരു 5 വർഷത്തേന് മാത്രം വരുന്ന ഒരു ഏജൻസിയാണ്. കാരണം അവർക്ക് അവരുടേതായ നിലനിൽപ്പും അവരുടേതായ ലക്ഷ്യങ്ങളും അവരുടേതായ കാര്യങ്ങളും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് പൊളിറ്റിക്കലി ഫണ്ട് ചെയ്യാൻ പറ്റുന്ന, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ നിന്ന് അവരുടെ ഡിമാൻഡ്സിനനുസരിച്ച് അവർ കാര്യങ്ങൾ തിരിക്കും. അത് ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് ഇലക്ഷന് ഹ്യൂജ് ഫണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ആ ഹ്യൂജ് ഫണ്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് അവർ ചെയ്തിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ പ്രൈവറ്റ് സെക്ടർ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സെക്ടർ എന്ന് പറയുന്നത്. കാരണം ഹ്യൂജ് ഫണ്ടഡ് ആണ്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ആരും എത്ര പൈസ കൊടുത്തും അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുള്ളത് കൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസിനെ നമ്മൾ ആശ്രയിക്കും. അപ്പം ഇൻഷുറൻസും എല്ലാവർക്കും നിർബന്ധമായിട്ട് മാറും. കാരണം ഇതുവരെ നമ്മൾ മുടക്കാതിരുന്ന വല്ലപ്പോഴുമൊക്കെ 1-2 ലക്ഷം രൂപ മാത്രം ഒരു ആയുസ് കാലത്ത് മൊത്തത്തിൽ ഹോസ്പിറ്റലിന് ചിലവാക്കിക്കൊണ്ടിരുന്ന നമ്മൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാ വർഷവും ഒരു ഏജൻസിക്ക് കൊടുക്കേണ്ട രീതിയിലേക്ക് നമ്മുടെ ഓരോ ജനങ്ങളെയും വളർത്തിയെടുക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യും. അത് നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ചെയ്യാതിരിക്കാൻ ഇന്ന് മാർഗവുമില്ല. കാരണം ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ പെട്ടു എന്നാണ് ഈ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥ. പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഒരു പരിധി കഴിയുമ്പോൾ എങ്ങനെ കാണിക്കും, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ദൈവത്തിനെ അറിയാവുള്ളൂ. കാരണം അവരും പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നവരാണ്, ലോസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നവരല്ല. അപ്പം ഈ എക്കോസിസ്റ്റത്തിന് അനുകൂലമായ ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാക്കി. എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ മരണവും കാര്യങ്ങളും ഈ മിസ്റ്റേക്കുകളും മെഡിക്കൽ എററുകളും ഒന്നും സംഭവിക്കണല്ലേ? ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? അത് മറയ്ക്കും. കാരണം മറയ്ക്കാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ഇവിടെയുണ്ട്. കാരണം ഇവരെല്ലാം ഹ്യൂജ് ഫണ്ട് മീഡിയയ്ക്ക് കൊടുക്കുന്നവരാണ്. അപ്പം മീഡിയ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് പരസ്യം ചെയ്യുന്നവരാണ്. നമ്മുടെ മീഡിയയുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം കാശുള്ളവന് എന്തും എഴുതാം, കാശുള്ളവന് എന്തും കാണിക്കാം, അതിനെല്ലാം ന്യായമായിട്ട് പറയുകയും ചെയ്യും. നിഷ്പക്ഷത എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാധ്യമധർമ്മത്തിൽ ചുമ്മാ പറയാന്നേ ഉള്ളൂ. ഓരോ മാധ്യമത്തിനും അതിനെ നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഐഡിയോളജിയോട് ചേർന്ന് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് തന്നെ ഇന്ന് ബോധമുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ഈ മീഡിയയിൽ വരുന്ന ഒരു കാര്യവും സത്യമല്ല. ഇത് വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകമണ്ടത്തരായിരിക്കും. ഇത് വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ലോകമണ്ടത്തരായിരിക്കും. കാരണം അവരെപ്പോഴും അനുകൂലവും പ്രതികൂലവുമായിട്ട് അവരുടെ നിലപാടുകൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. സത്യം പലപ്പോഴും ഈ പറയുന്നതൊന്നും ആയിരിക്കത്തില്ല. ആളെ ഇമോഷണൽ സ്ട്രെസ്ഡാക്കി ഇമോഷണൽ സ്ട്രെസ്സിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി ആവശ്യമില്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് ഒക്കെ ചെയ്യുന്ന ഒരു അഗ്രസീവ് ബ്രെയിൻ വാഷിംഗ് മീഡിയ എക്കോസിസ്റ്റം ഇവിടെ വളർത്തിയെടുത്തിട്ടുണ്ട്. പ്രകോപിപ്പിച്ച് കാര്യങ്ങൾ പറയിപ്പിക്കാൻ ഒക്കെ ശേഷിയുള്ള ഒരു രീതി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മീഡിയയും പ്രൈവറ്റൈസേഷനും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഗവൺമെൻറ്റും ഒരേ തട്ടിലൂടെ ഒഴുകുമ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഏത് ഗവൺമെൻറ് വന്നാലും, ഒരു ഗവൺമെൻറ് അല്ല, ഏത് ഗവൺമെൻറ് വന്നാലും ഈ നിലപാട് തന്നെയായിരിക്കും. ഒരേ തട്ടിൽ ഒഴുകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് സിസ്റ്റത്തെ അസ്ഥിരപ്പെടുത്തുക. അങ്ങനെ അസ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് എന്തിനെയായിരുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ് സിസ്റ്റത്തെ ആയിരുന്നു. ലോക രാജ്യങ്ങളിൽ എവിടെയും ഗവൺമെൻറ് സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് സിസ്റ്റത്തെ ആശ്രയിക്കുന്നത്? കാരണം ഗവൺമെൻറ് സിസ്റ്റത്തിൽ വളരെ ക്രെഡിബിളായ ഒരു എക്സാമിനേഷനും അതിൻ്റെ റിസൾട്ടായിട്ട് ഏറ്റവും സ്കില്ലുള്ള ആളുമായിരിക്കും അതിൻ്റെ ഹെഡിലേക്ക് വരുന്നത്. അപ്പം അയാളോടും എഡ്യൂക്കേഷണൽ പരമായിട്ട് അയാളോടും സ്കില്ലുള്ള ഒരു വ്യക്തി ആ ജില്ലയെ കാണത്തില്ല. അപ്പം അത്രയും സ്കിൽഡായ ഒരു മനുഷ്യൻ്റെ കൈകളിലാണ് ഒരു ജീവൻ ചെല്ലുന്നത്. അപ്പം അങ്ങനെ ചെല്ലുന്ന ആളുടെ ഒരു നോട്ടം മതി പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ചെയ്യാനുള്ള അവസരങ്ങളില്ലെങ്കിലോ? എത്ര ഡോക്ടർമാർ ഈയിടെ പുറത്തു വന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ യൂറോളജിസ്റ്റിനെ പോലെ പറയും,
എല്ലാവരും മനസ്സിലൊതുക്കി പോവും. കാരണം അവർക്ക് വേറെ വഴിയില്ല. അവർ പെൻഷനെ ഭയപ്പെടുന്നു. ആ പുള്ളി നിർഭയനായിട്ടാണ് കാര്യങ്ങൾ പലതും പറഞ്ഞേ. കാരണം പുള്ളിക്ക് ആരെയും പേടിയില്ലായിരുന്നു. അങ്ങനെ എത്ര ഡോക്ടർമാർ പറയും. ഇപ്പം നമ്മൾ പോലും നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഭയപ്പെട്ടും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട്. കാരണം നമ്മുടെ ഫിനാൻസ്, നമ്മുടെ കുടുംബം, ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നമ്മൾ പോലെ തന്നെയല്ലേ അവരും അവരുടെയൊക്കെ ജീവിക്കാനുള്ള അധ്വാനം തന്നെയാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു സർവീസ് സെക്ടറിലാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ മനുഷ്യത്വം അവരെല്ലാവരോടും കാണിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ശമ്പളവും കാര്യവും ഒക്കെ അവർക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയെ എത്തിച്ചിട്ട് ഇതിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ കോൺഫിഡൻസ്, ഇപ്പം നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതിനെ ഭയങ്കരമായിട്ട് 3-4 ദിവസത്തെ വാർത്തയാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വാർത്തയാകുമ്പോൾ പുതിയതായിട്ട് നിൽക്കുന്ന ഡോക്ടർമാർക്ക് എല്ലാം അനുകൂലമല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഭയം ഗവൺമെൻറ് സിസ്റ്റത്തിലുണ്ടാവും. അപ്പം അവർ റെഫറൽ ചെയ്യും. അങ്ങനെ റെഫറൽ ചെയ്യുമ്പോൾ അത് പിന്നെ അവസാനം പ്രൈവറ്റിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അപ്പം എന്ത് പരാജയപ്പെട്ടു? ഗവൺമെൻറ് സിസ്റ്റം പരാജയപ്പെട്ടു. അപ്പോൾ ആരും പിന്നെ ഗവൺമെൻറ്റിലേക്ക് പോകാതെയാവും. അങ്ങനെ പോകാതായി അത് പതിയെ ഇല്ലാതാവും. അപ്പം നമ്മൾ ആദ്യമേ ചിന്തിക്കുക, ഒരു 5 വർഷം മുമ്പ് എടുത്തു. ഒരു 5 വർഷം മുമ്പ് നമ്മൾ ഏറ്റവും കോൺഫിഡൻസോടെ പോയിക്കൊണ്ടിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. കാരണം അവിടുത്തെ ഡോക്ടർ പറയുന്നത് കറക്റ്റായിരിക്കും. അയാളൊരു ശസ്ത്രക്രിയ ചെയ്യുവാണെങ്കിൽ സുരക്ഷിതമായിരിക്കും. കാരണം ആവശ്യത്തിന് ഫണ്ടിങ് ഉണ്ടായിരുന്നു, ആവശ്യത്തിന് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 10 പേരെ നിർത്തി 10 ഹോസ്പിറ്റൽ നടത്താൻ 2 പേരെ നിർത്തി ചെയ്യുന്ന പരിപാടിയല്ലായിരുന്നു അന്ന്. ഒരു ഹോസ്പിറ്റലിന് വേണ്ടതെല്ലാം കൊടുക്കുമായിരുന്നു. അപ്പം നമ്മളവിടെ ചെന്ന ഭയങ്കര തിരക്കും, ഇരിക്കാൻ പോലും സ്ഥലവും ഇല്ല. പക്ഷേ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുമായിരുന്നു. ആവശ്യത്തിന് ഫണ്ടിങ്ങും ആവശ്യത്തിന് കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയുന്നതല്ല, ഉള്ളതിന് എല്ലാ എഫിഷ്യൻസികളും എല്ലാ കഴിവും ഉണ്ടോയെന്ന്. ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലും ചെയ്ത ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് നമ്മൾ ഓർക്കണം. അത് ലോകത്തും എത്ര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും വളരെ വിരളമായിരിക്കും. അപ്പം ഒരു കാലത്ത് അത്രയും വലിയ ഒരു എഫിഷ്യൻസി കാണിച്ചിട്ടുള്ള ഡോക്ടർമാർക്ക് അവരുടെ കരങ്ങൾ തളരാതിരിക്കാൻ നമ്മൾ ചിന്തിച്ചേ മതിയാവൂ. ഇത് ഗവൺമെൻറ്റിൽ നിന്നോ ഇത് ഇവിടെ നടക്കുന്ന മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് സിസ്റ്റം കൊള്ളരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഹിഡനായിട്ട് നിൽപ്പുണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നോ നമ്മൾ ഒരു സുരക്ഷിതത്വം പ്രതീക്ഷിക്കരുത്. അവർക്ക് അവരുടെ മരത്തിന് വളമാകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സിസ്റ്റത്തെ അവർ ബലിയാടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ബലിയാടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ചെയ്യേണ്ട സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ആർക്കും പറയാനും ആർക്കും ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയായിട്ടും ഇവിടെ സംഭവിച്ചേക്കുന്ന ഗവൺമെൻറ് സിസ്റ്റത്തിലെ ഒരു പാളിച്ച തന്നെയാണ്. അത് പാളിച്ചയാണെന്ന് തന്നെ പറയണം. പക്ഷെ അത് ഇനി ഭാവിയിൽ വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ നവീകരണം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ പാളിച്ചകൾ കണ്ടെത്തി അതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിന് വേണ്ട ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ സ്കില്ല് ആ സിസ്റ്റത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ? നമുക്ക് സർക്കുലേറ്ററി നേഴ്സിനെയും ഫ്ലോർ നേഴ്സിനെയൊക്കെ വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അവർക്കുള്ള ഫണ്ടിങ് നടക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ പരാജയം ഉണ്ടായത് എവിടെയാണോ അവിടെയാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലേ? അവർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും, പെട്ടെന്ന് ക്ലിയർ ചെയ്യും, വാർത്തയാക്കാതെ. കാരണം വാർത്തയാക്കാതിരിക്കാനുള്ള ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മീഡിയയുടെ ഒരു നിലപാടിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ വലിയൊരു വാർത്ത തന്നെയായിരുന്നു ഇവിടെ നേഴ്സുമാരുടെ സമരം. ഏതെങ്കിലും മാധ്യമത്തിൽ നിങ്ങൾ കണ്ടോ? ഒരു മറുനാടൻ മലയാളി അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാരണം ഈ നടത്തുന്ന എല്ലാ മുതലാളിമാർക്കും അവരുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഹോസ്പിറ്റലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷനുകളും ഉണ്ട്. മനോരമയ്ക്കുണ്ട്, ഏഷ്യാനെറ്റ്,
മാതൃഭൂമി ഇവർക്കൊക്കെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ടെന്ന് നമുക്കറിയാമോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഫണ്ട് ഇവർ വാങ്ങുന്നതല്ലേ പരസ്യം ചെയ്യാനായിട്ട്? ഇതിൽ നിന്നൊരൊറ്റ ഇൻസിഡൻസിൽ നിന്ന് ഇത്രയും ആൾ കൂടി ഒരു ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിട്ട് ഒരു കുഞ്ഞു പോലും ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ നിഷ്പക്ഷത എന്തോരം ഉണ്ടെന്ന്. ഇതാണ് കേരളത്തിലെ മാധ്യമത്തിൻ്റെ നിഷ്പക്ഷത. ഇനി ഇതുപോലെ തന്നെ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എന്തുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തില്ലെന്നുള്ളത് അതിലെ സത്യം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നോബൽ കമ്മ്യൂണിറ്റിയുടെ നിഷ്പക്ഷത എന്തോരം ഉണ്ടെന്ന്. ഞാനതിനെ കുറ്റാരോപിക്കുമല്ല, അത് പ്രധാനപ്പെട്ടതാണ്, ഫേമസ് ആണ്. പക്ഷെ മഹാത്മാഗാന്ധിക്ക് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ലണ്ടൻ അന്ന് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഈ ഒരു നൊബേൽ പ്രൈസ് കൊടുക്കുന്ന ഓർഗനൈസേഷന് പോലും ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനനുസരിച്ച് മാറേണ്ട ഗതികേടിലാണെങ്കിൽ ഈ മാധ്യമം പറയുന്നതിൽ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് എടുക്കാൻ പറ്റുമോ? ഇവർ ആവശ്യമുള്ള എന്തെങ്കിലും മനുഷ്യനറിയേണ്ട കൃത്യമായിട്ട് അറിയേണ്ട ഏതെങ്കിലും ഒരു ന്യൂസ് ഇവർ പറയുമോ? ഇല്ല, നമ്മൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നതെല്ലാം സത്യമല്ല, ഇവർ പറയുന്നതെല്ലാം ശരിയല്ല, സത്യം പോലെ ഇരിക്കുന്ന നുണകളാണ്. ഇതൊക്കെ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങളാണ്. സത്യസന്ധമായിട്ട് തൂലിക ചലിപ്പിച്ചുകൊണ്ടിരുന്ന മഹാ എഴുത്തുകാരന്മാരൊക്കെ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളമെന്നും കോട്ടയമെന്നും ഒക്കെ നമുക്ക് പറയാൻ കൊള്ളാം. പക്ഷെ അവരൊക്കെ മൺമറഞ്ഞു പോയതോടുകൂടി അവരുടെ ജീവിതവും അവരുടെ തത്വങ്ങളും അവരുടെ ആദർശങ്ങളും ഒക്കെ തന്നെ മൺമറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. അപ്പം ഒരു നവോത്ഥാനം എല്ലാ ഫീൽഡുകളിലേക്കും ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഇല്ലെങ്കിൽ എല്ലാവരെയും വിഴുങ്ങിക്കളയുന്ന വലിയ കോർപ്പറേറ്റ് ശക്തികളിലേക്ക് നമ്മൾ അറിയാതെ അടിയറവ് വന്ന് പറഞ്ഞു പോകും. അവർ നമ്മളെ വിഴുങ്ങിക്കളയും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് നല്ല പ്രൈവറ്റൈസേഷനും നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും അതിന് വേണ്ട കാര്യങ്ങളും ഒക്കെ വരണം, ഇല്ല ഒന്നുമല്ല പറഞ്ഞേ. പക്ഷെ അത് നമ്മുടെ നിലവിലുള്ള എല്ലാ ഒരു സാധാരണ മനുഷ്യന് ജീവിക്കാനും ഹോസ്പിറ്റലിൽ പോകാനുമുള്ള എല്ലാ അവസരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. ഏറ്റവും പാവപ്പെട്ടവനും മെഡിക്കൽ ഫെസിലിറ്റി കിട്ടത്തക്ക രീതിയിൽ ഇവിടെ നിൽക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റൽ സിസ്റ്റത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പ്രൈവറ്റൈസ് പൈസയുള്ളവൻ പോട്ടെ, പക്ഷെ പാവപ്പെട്ടവന് ജീവിക്കണ്ടേ? ഇത്രമാത്രം സാമ്പത്തികമായിട്ട് പൈസ എടുക്കാനില്ലാത്തവനും ഈ ലോകത്ത് ജീവിക്കണ്ടേ? അയാളുടെ കാര്യം ആരും നോക്കും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലാതെ? അപ്പം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കോൺട്രിബ്യൂഷൻ ചെയ്തേക്കുന്നത് ഏറ്റവും ഗതികെട്ട ഈ മനുഷ്യനും കൂടി ചെയ്ത അധ്വാന. അങ്ങനെ അധ്വാനിച്ച അവൻ്റെ അടച്ച ടാക്സുകളും അവൻ സാധനങ്ങൾക്ക് വാങ്ങിച്ച ടാക്സുകളും ഉപയോഗിച്ച് തന്നെ ഈ രാജ്യം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം അവന് ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. പൈസയുള്ളവന് പോകുക എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ അതൊരു ചോയ്സാണ്. ഇൻഷുറൻസ് അടയ്ക്കാൻ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അതൊരു ചോയ്സാണ്, അതവർ ഉപയോഗിക്കട്ടെ. പക്ഷെ ഒരു ഓപ്ഷനും കൂടി വേണ്ടേ? പാവപ്പെട്ടവന് പോകാൻ വേറൊരു ഓപ്ഷൻ, അവൻ്റെ ജീവിതവും അവൻ്റെ സ്വത്തും അവൻ്റെ സമ്പത്തും മുഴുവൻ എഴുതി കൊടുത്ത് മഹാദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവനൊരു ഓപ്ഷനും വെച്ചു കൊടുക്കണ്ടേ? അത് ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നേ നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽ സിസ്റ്റം, ഈ പബ്ലിക് ഹോസ്പിറ്റൽ സിസ്റ്റം നശിക്കാതിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്.